Good morning. Today going to talk about customer acquisition cost. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 5th യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. The last thing of company wants to do spend more on acquiring customer than customer spending. ഓരോ കസ്റ്റമർ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് കസ്റ്റമേഴ്സ് അക്വയർ ചെയ്യാനായിട്ട് ഇവർ ചിലവാക്കുന്നുണ്ട്. അതായത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ ഈസ് ദ പ്രൈസ് കമ്പനീസ് പേ ടു അക്വയർ ന്യൂ കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമറെ ഗെയിൻ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് കസ്റ്റമറെ കിട്ടാൻ വേണ്ടി അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി ചിലവാക്കുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഡിറ്റർമൈൻഡ് ബൈ ടോട്ടൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് അക്വിസിഷൻ ബൈ ടോട്ടൽ ന്യൂ കസ്റ്റമേഴ്സ്. അതായത് ഒരു പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണോ ചിലവാക്കിയിട്ടുള്ളത്, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചിലവാക്കിയിട്ടുണ്ട്, ആ ചിലവാക്കിയതിന് വിത്തിൻ സ്പെസിഫൈഡ് ടൈം പീരീഡിൻ്റെ ഉള്ളിൽ എത്ര കസ്റ്റമേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കോസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അസസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ദ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ ഇമ്പോർട്ടൻറ്റ് മെട്രിക് ഫോർ കമ്പനീസ് ടു കൺസിഡർ അലോങ് വിത്ത് ലൈഫ് ടൈം വാല്യൂ ഓഫ് ദ കസ്റ്റമേഴ്സ്. അവരുടെ ലൈഫ് ടൈം വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് അതിന് എത്രമാത്രം കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് അനലൈസിങ്. കമ്പനീസ് ഓർഗനൈസേഷൻ യൂസ് ടു ഗെറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി ഹൗ ടു കാൽക്കുലേറ്റ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതായത് ദെൻ കോസ്റ്റ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് മാർക്കറ്റിംഗ് കോസ്റ്റ് ആസ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ക്യാമ്പയിൻ ഓർ എഫേർട്ട് ബൈ ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അക്വയർഡ് ഫ്രം സെഡ് ക്യാമ്പയിൻ. അതായത് ഒരു ക്യാമ്പയിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതിന് വന്നിട്ടുള്ള മൊത്തം ചിലവ് അല്ലെങ്കിൽ അതിന് എഫേർട്ടും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, പുതിയതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എത്രയുണ്ട്, CAC കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഈസ് ഈക്വൽ ടു MC മാർക്കറ്റിംഗ് കോസ്റ്റാണ് ഡിവൈഡഡ് ബൈ കസ്റ്റമർ അക്വിസിഷൻ, പുതിയതായിട്ട് നമുക്ക് എത്ര കസ്റ്റമേഴ്സ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ CAC മസ്റ്റ് ഇൻക്ലൂഡ് ഓൾ കോസ്റ്റസ് അസോസിയേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ് സ്പെൻഡ് ഇൻക്ലൂഡിങ് എവറിത്തിങ് ഫ്രം ക്യാമ്പയിൻ സ്പെൻഡ് ടു മാർക്കറ്റിംഗ് സാലറീസ്, ദ കോസ്റ്റ് ഓഫ് സ്റ്റാപ്പിൾസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദോസ് ലെങ്തി കോൺട്രാക്റ്റ്. നമുക്കതിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാ ചിലവുകളും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി CS കസ്റ്റമേഴ്സ് അക്വയേർഡ്. ഇനി ഒരു ക്യാമ്പയിനിൽ നമ്മൾ എത്രമാത്രം ചിലവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് എ കമ്പനി സ്പെൻഡ് 10,000 ടു കസ്റ്റമർ അക്വിസിഷൻ ഇൻ Q4 ഓഫ് 2017. Q4 എന്ന് ഉദ്ദേശിക്കുന്നത് Q4 നാലാമത്തെ ഭാഗത്ത്, അതായത് എല്ലാ 12 ഇയർ ഒരു മന്തിന് ഒരു ഇയറിന് 4 ഭാഗങ്ങളായിട്ട് തിരിക്കുമ്പോൾ 3 മാസം വെച്ചിട്ടാണ് വരിക. അപ്പോൾ അതിൽ 4ാമത്തെ ക്വാർട്ടറിൽ നമ്മൾ ചിലവാക്കിയത് 10,000 ആണ്. അപ്പോൾ ആ 4ാമത്തെ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ എത്ര കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അതിൽ 100 കസ്റ്റമേഴ്സാണ് വന്നിട്ടുള്ളത് വെച്ചാൽ 10,000 ഡിവൈഡഡ് ബൈ 100, അപ്പോൾ 100 റുപ്പീസാണ് ഓരോരുത്തർക്കും വരുന്ന കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ അക്വിസിഷൻ മെത്തേഡ്സ്, അവരെ അക്വയർ ചെയ്യാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ്? അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അട്രാക്റ്റ് പീപ്പിൾ പ്രൊഡക്റ്റ് വിത്ത് ഹോപ്പ് ദേ വിൽ ഇവഞ്ച്വലി ബിക്കം ലോയൽ, ബ്രാൻഡ് ലോയൽറ്റീസ്. ആദ്യം ഒരു കസ്റ്റമേഴ്സായിട്ട് പിന്നീട് അവരെന്തായിരിക്കും ലോയൽ കസ്റ്റമേഴ്സ് ആവുമെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ്, ബിൽ ബോർഡ്സ്, ടെലിവിഷൻ, റേഡിയോ, പോസ്റ്റേഴ്സ്, പ്രിൻ്റ് അഡ്വർടൈസ്മെൻറ്റ്, സിനിമ, സ്പോർട്സ്, അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതൊക്കെ വഴി നമുക്ക് എന്ത് കിട്ടാറുണ്ട്? കസ്റ്റമറെ കൺവേർട്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സായിട്ട് മാറാറുണ്ട്. ചില സമയത്ത് അത് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട്, കസ്റ്റമേഴ്സ് സെയിൽസ് കഴിയും, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് കൺവേർട്ട് ചെയ്ത് പോകാറും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും അക്വിസിഷന് വേണ്ടിയാണ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഇൻ ത്രൂ ലൈൻ ആൻഡ് ബിലോ ദ ലൈൻ അഡ്വർടൈസിങ് ദ പ്രോസസ് ബിക്കം മച്ച് മോർ സയൻറ്റിഫിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. നമ്മളിപ്പോൾ കുറച്ചും കൂടി സയൻറ്റിഫിക്കായിട്ടും ഇൻഫോർമേറ്റീവായിട്ടും ചെയ്യുന്നുണ്ട്. ഹൗ മെനി ബിസ് ആർ മെയിൽഡ്, നമ്മൾ എത്ര ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, എത്ര ആൾക്കാർ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എത്ര ആൾക്കാർ റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആ റിസൾട്ട് അനുസരിച്ച് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. Then customer acquisition has found a similar home in social media with Facebook, ട്വിറ്ററിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള BA proven resources for outreach, എത്ര പേർക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ ടാർഗറ്റ് കസ്റ്റമേഴ്സ്, കീപ് ദം ഇൻഫോംഡ്, സ്പെഷ്യൽ ഓഫർ ഓർ പ്രൊഡക്റ്റ് ലൈൻ. അത് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫേഴ്സും പ്രൊഡക്റ്റ് ലൈനൊക്കെ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഇപ്പോൾ റീൽസിലൊക്കെ നമ്മൾ ലിങ്കുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കുന്നു, ഓഫറുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും എത്ര കസ്റ്റമേഴ്സ് ആ ഒരു പ്രത്യേക റീൽ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.